കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോം ഗാർഡായ സുരേഷിനാണ് ദാരുണ അന്ത്യം മുണ്ടക്കയത്ത് വെച്ച് സംഭവിച്ചത്. മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ദാരുണ അന്ത്യം സംഭവിച്ചത്. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു കിടന്ന മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. രാവിലെ 11 മണിക്കായിരുന്നു മുണ്ടക്കയം അസംബനി ഭാഗത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസി ചേരുന്നുണ്ട്. സംഭവം നടക്കുമ്പോൾ കണ്ടിരുന്നു എന്താ സംഭവിച്ചതെന്ന്? അവർ വന്ന് ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് ലൈനും ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഓഫ് ചെയ്തു. കറണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവർ കണ്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ ലൈനിലായിരുന്നു ഇത് മുട്ടിക്കിടന്നത്. ഒരു പീസ് കണ്ടിച്ച് കഴിഞ്ഞപ്പോൾ നിരങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പീസ് കണ്ടിക്കാൻ നോക്കുമ്പോഴത്തേനും ചൂട് നിരങ്ങി കഴിഞ്ഞപ്പോൾ പോസ്റ്റ് തട്ടി നേരെ പോസ്റ്റ് ഒടിഞ്ഞു പോന്നു. അദ്ദേഹത്തെ തന്നെ പുറത്ത് തന്നെ. വീണ സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന് ചലനം ഉണ്ടായിരുന്നു? ചലനമൊക്കെ ഉണ്ടായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞതാണ്. ഞങ്ങളെല്ലാം എടുത്ത് വണ്ടിയെ കയറ്റിയത്. മുമ്പ് BSFിലായിരുന്നു ഇദ്ദേഹം. ഈ സുരേഷ് എന്ന് പറയുന്ന അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച സുരേഷ് മുൻപ് BSFിലായിരുന്നു. അതിനുശേഷമാണ് ഫയർഫോഴ്സിൽ താൽക്കാലിക ജീവനക്കാരനായി പ്രവേശിച്ചത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം മുണ്ടക്കയം സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്കും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.